നമസ്കാരം. നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ പോലും അയാൾ 36,500 ദിവസങ്ങൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ദിവസങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നിട്ടും നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരും സുഖമായിട്ട് ജീവിക്കുന്നില്ല. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് പല മതങ്ങളും നിലനിൽക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ക്രിസ്ത്യാനികൾ പറയും, യേശു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ ഇരിപ്പുണ്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രശ്നമെല്ലാം പരിഹരിച്ചു തരും. അങ്ങനെ ഓരോരോ മതങ്ങളും അവരവരുടെ ദൈവങ്ങൾ ഈ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവിടെ ഇരിപ്പുണ്ട് എന്നും, അതുകൊണ്ട് നിങ്ങൾ മതത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നൊക്കെ പറഞ്ഞ് അവരെ വ്യാമോഹിപ്പിക്കുന്നു. എന്നാൽ അവരുടെ ഒന്നും പ്രശ്നങ്ങൾ മാറുന്നില്ല എന്ന് അവരും അറിയുന്നില്ല, മറ്റവരൊട്ട് ശ്രദ്ധിക്കുന്നുമില്ല. എല്ലായിടത്തും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ശ്രദ്ധ വേണം. കൂടെ പോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. ഞങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാര്യമേറ്റു, കിഡ്നിയുടെ കാര്യമേറ്റു, കരളിൻ്റെ കാര്യമേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കൂട്ടർ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽപ്പെട്ട് സമാധാനമില്ലാതെയാണ് ജീവിച്ചു പോകുന്നത്. പക്ഷെ നമുക്കറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കാനും അതേപോലെ തന്നെ നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാതിരിക്കാനും വിജയിയായിട്ട് തന്നെ ജീവിതം ജീവിച്ചു തീർക്കാനും നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റീസാണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് കാര്യങ്ങൾക്കാണോ മുൻഗണന കൊടുക്കുന്നത് ആ കാര്യങ്ങൾ മൂലമാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ള ആൾക്കാരെക്കാളും മുകളിൽ നിൽക്കണം, മറ്റുള്ളവർ നമ്മളെക്കാളും താഴ്ന്നു നിൽക്കണം എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മൾ പദവികൾക്ക് പിന്നാലെ പോകുന്നു, അധികാരങ്ങൾക്ക് പിന്നാലെ പോകുന്നു, പണമുണ്ടാക്കാൻ പോകുന്നു. നമ്മൾ പണമുണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെക്കാൾ മികച്ച ആളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പണം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മൾ വലിയ വീടുണ്ടാക്കുന്നു, വില കൂടിയ കാറ് മേടിക്കുന്നു, പലതും ചെയ്യുന്നു. നമ്മുടെ മുൻഗണനയാണത്. അതേപോലെ തന്നെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ മറ്റുള്ളവരുടെ കുട്ടികളെക്കാളും സ്പെഷ്യലാണ്. അവർ മറ്റവരെക്കാളും ഒക്കെ മികച്ചു നിൽക്കണം. അങ്ങനെ നമുക്ക് മറ്റുള്ള ആൾക്കാരോട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മത്സരമുണ്ട്, അവരോട് അസൂയയുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്കാണ്, ദുരഭിമാനത്തിനാണ്. ഇപ്പോൾ ഒരു വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ആൺകുട്ടിയോ പെൺകുട്ടിയോ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വലിയ അഭിമാന പ്രശ്നമായിട്ട് മാറും. പിന്നെ അതിൻ്റെ പിന്നാലെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പ്രശ്നങ്ങൾ മാറി മാറി വന്ന് നമ്മൾ ഒരു ദിവസം വീണ് മരിക്കുന്നു. വീണ് മരിക്കുന്നതിന് മുമ്പ് ഒരല്പസമയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ എന്തെല്ലാം മണ്ടത്തരങ്ങൾ, എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കപ്പോൾ കാണാൻ പറ്റും. അതൊന്നും വേണ്ടായിരുന്നു, അതങ്ങ് തിരുത്തിയാൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ നമ്മൾ അപ്പോൾ ചിന്തിക്കും. ഒരു കാര്യമില്ല ചിന്തിക്കേണ്ടപ്പോൾ ചിന്തിക്കണം. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ് ഉണ്ടായത്. ഈ പെൺകുട്ടികൾ ജനിച്ച സമയം മുതൽ ഈ മനുഷ്യൻ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് ജീവിക്കുകയായിരുന്നു. അയാൾ ആൺകുട്ടികളുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ അസൂയപ്പെടും. എൻ്റെ കഷ്ടകാലത്തിന് എനിക്ക് നോക്കി 2 പെൺപിള്ളേരെയാണ് കിട്ടിയത്. അയാൾ മദ്യപിക്കുകയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് വളരെയധികം നരകിച്ച് ജീവിച്ച് ആ പെൺകുട്ടികൾ എങ്ങനെയൊക്കെയോ ആ വീട്ടിൽ നിന്ന് പഠിച്ച് വളർന്ന് അവർക്ക് പറക്കമുറ്റിയപ്പോൾ അവർ പുറത്തേക്ക് പോയി. ആ പെൺകുട്ടികൾ 2 പേരും വളരെ നല്ല ജോലി കരസ്ഥമാക്കി. ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടുന്ന ജോലിയാണ് അവർക്ക് കിട്ടിയത്. ആ വ്യക്തിക്ക് അവരുടെ അപ്പോഴത്തെ ആ പദവികൾ കണ്ടപ്പോൾ മുമ്പ് അയാൾ അസൂയപ്പെട്ടിരുന്ന പല വീടുകളിലെയും ആൺകുട്ടികൾ ഇവരെക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ്. ചിലരൊന്നും അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടികൾ ഇയാൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും
ഇയാളെ ജീവനതുല്യം സ്നേഹിക്കുകയും അവർക്ക് പണം കിട്ടാൻ തുടങ്ങിയപ്പോൾ ധാരാളം പണം അച്ഛനും അമ്മയ്ക്കും എല്ലാ മാസവും കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ദിവസം അയാളെ കണ്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തോന്നും? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട എത്രയോ സമയം ഈ 2 പെൺപിള്ളേരെ ഓർത്ത് വേസ്റ്റാക്കി കളഞ്ഞു. അവർക്ക് അന്ന് നിങ്ങൾ ദുഃഖം കൊടുത്തു, നിങ്ങൾ ടെൻഷൻ അടിച്ച് ജീവിച്ചു. അതെല്ലാം നിങ്ങളുടെ ഗോൾഡൻ മൊമെൻറ്റ്സ് ആയിരുന്നു. അതെല്ലാം നഷ്ടമായില്ലേ? ഇനി തിരിച്ചു കിട്ടുമോ? അന്ന് ആ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അവിടെ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം സന്തോഷം കിട്ടുമായിരുന്നു, അവർക്ക് എത്രമാത്രം കിട്ടുമായിരുന്നു. ജീവിതം എന്ന് പറയുന്നത് ചില നിമിഷങ്ങൾ മാത്രമാണ്. ആ നിമിഷങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സമ്പാദ്യം. അപ്പോൾ ഇത്തരത്തിൽ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ചില ചിന്തകൾ മൂലം, നമ്മുടെ വികലമായ ധാരണകൾ മൂലം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ 3 പ്രയോറിറ്റികൾ വെക്കുക എന്നുള്ളതാണ്. അതായത് 3 കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് അതിനു വേണ്ടി ജീവിക്കണം. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം ആരോഗ്യം. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ മുൻഗണനയായിരിക്കണം. ഇന്ന് എല്ലാ വ്യക്തികളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യത്തകർച്ചയാണ്. അപ്പം നിങ്ങൾ ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ശരിയായ ആരോഗ്യത്തിനാണ്. ഈ ശരിയായ ആരോഗ്യം എന്നാൽ എന്താണെന്ന് പറഞ്ഞു തരുന്ന ചുരുക്കം ചില ആൾക്കാരെ ഇന്ന് ഈ ഭൂമിയിലുള്ളൂ. ബാക്കി ഭൂരിപക്ഷവും തെറ്റായ ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, തെറ്റായ വഴിയിലേക്ക് നിങ്ങളെ വളരെയധികം കൺവിൻസിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് വഴിതിരിച്ചു വിടുക, അങ്ങനെ നിങ്ങളെ രോഗിയാക്കി മാറ്റുക. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ശരിയായ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പ്രോപ്പർ ഹെൽത്തിൽ ജീവിക്കും, എൻ്റെ ഹെൽത്തിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. എന്തൊക്കെയാണ് എൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ ആ രോഗം എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എനിക്കിതുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് എനിക്കിതുണ്ടായി? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ കാരണം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുകയുള്ളൂ. ആ കാരണം കണ്ടെത്താൻ നിങ്ങളെ പലരും സഹായിക്കും. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, പക്ഷെ നിങ്ങൾ ആ പ്രശ്നം മറികടക്കാൻ വേണ്ടി മാത്രമാണ് നോക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് പ്രോപ്പർ ഹെൽത്ത്, ശരിയായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. ആ ആരോഗ്യം നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ആയിരിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും. രണ്ടാമത് നിങ്ങൾ വെക്കേണ്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ്, സന്തോഷം. ഞാൻ സന്തോഷം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ തേടി വരണമെങ്കിൽ നിങ്ങൾ സന്തോഷത്തെ തേടി പോയെങ്കിൽ മാത്രമേ പറ്റൂ. നിങ്ങൾ ജോലി ചെയ്യാൻ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം കിട്ടൂ എന്നതുപോലെ നിങ്ങൾ സന്തോഷത്തിൻ്റെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ സന്തോഷം നിങ്ങളെ തേടി വരികയുള്ളൂ. നിങ്ങൾ സന്തോഷം നൽകിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാതെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുന്ന ആളായിട്ട് മാറണം. സന്തോഷം തേടുന്ന ആളിനേക്കാളും നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുന്ന, നൽകുന്ന ആളായിട്ട് മാറണം. നിങ്ങൾ എവിടെ ചെന്നാലും ആ സ്ഥലം നിങ്ങൾ മൂലം നല്ല കുളിർമയുള്ള ഒരു സ്ഥലമായിട്ട്, നിങ്ങളുടെ സാന്നിധ്യം മൂലം സന്തോഷമുള്ള ഒരിടമായിട്ട് മാറണം. നിങ്ങളെ കാണുമ്പോൾ ആരുടെയും പുരികങ്ങൾ ചുളിയാൻ പാടില്ല. നിങ്ങളെ കാണുമ്പോൾ ആ പണ്ടാരം വന്ന് കയറി ഈ നാശകം തന്നെ ഇപ്പം എങ്ങോട്ട് വന്നത് എന്നാരും ചിന്തിക്കാൻ പാടില്ല. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകണം. അതാ അദ്ദേഹം വന്നു, നല്ല രസമായിരിക്കും, ഇനി കുറച്ച് നേരം സംസാരിച്ചിരിക്കാം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്രയോ നല്ലതാണ് എന്നായിരിക്കണം ഒരു വ്യക്തി ചിന്തിക്കേണ്ടത്. അങ്ങനെ അവർ ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം, മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ സമീപനം ഒക്കെ തന്നെ സന്തോഷം ജനറേറ്റ് ചെയ്യുന്നതായിരിക്കണം. മറ്റുള്ളവരെ പരിഹസിക്കുകയും അവരിൽ കുറ്റം കണ്ടെത്തുകയും അവരെ കളിയാക്കുകയും അവരെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ആരും ഇഷ്ടപ്പെടില്ല, നിങ്ങൾ പോലും നിങ്ങളെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് സന്തോഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സന്തോഷം നമ്മുടെ ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കുന്ന എല്ലായിടത്തും സന്തോഷമുണ്ടാകും. ഈ സന്ദേശം നിങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കൂടി കൊടുക്കണം. നമ്മളെല്ലാവരും സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കണം. ഹാപ്പിനെസ് ഷുഡ് ബി വൺ ഓഫ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റീസ് എന്ന് നിങ്ങൾ സ്വയം പറയണം, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഇനി മൂന്നാമത്തെ നിങ്ങളുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ സമാധാനം, പീസ്, അതായത് സമാധാനമുള്ള ഒരു ജീവിതം. ഈ സമാധാനം എന്ന് പറയുന്നത് എന്താണ്?
അത് നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാം, സമാധാനമില്ലാതെയും ജീവിക്കാം. ഒരു വീട്ടിൽ ജീവിക്കുന്ന 4 വ്യക്തികൾ സന്തോഷത്തിനും സമാധാനത്തിനും ആരോഗ്യത്തിനും വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ആ വീട് 100% സക്സസ്ഫുൾ വീടാണ്. കാരണം എല്ലാവരും ഒരേ ടാർഗറ്റിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തെറ്റായിട്ടുള്ള യാതൊന്നും ഇവിടെ വേണ്ട എന്നവർ തീരുമാനിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണവും വെള്ളമൊന്നും വേണ്ട, ഞങ്ങൾക്കതുപോലെ തന്നെ സമാധാനക്കേടുണ്ടാക്കുന്ന യാതൊന്നും വേണ്ട, നാളെ ഞങ്ങൾക്ക് സമാധാനക്കേടോ സന്തോഷമില്ലായ്മ ഉണ്ടാക്കുന്ന യാതൊരു കാര്യവും ഞങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും എല്ലാം ചിന്തിക്കും. മറ്റുള്ള ആൾക്കാരുടെ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടൂ എന്നുള്ള തിരിച്ചറിവിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അസൂയ തോന്നില്ല, അവരോട് നിങ്ങൾ മത്സരിക്കില്ല. അയലത്തെ കുട്ടി നിങ്ങളുടെ കുട്ടിയേക്കാൾ മാർക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. കാരണം ആ കുട്ടി നിങ്ങളുടെ കുട്ടിയേക്കാൾ മികച്ചു നിൽക്കണമെന്നേ നിങ്ങൾ സന്തോഷം തേടുമ്പോൾ ചിന്തിക്കുകയുള്ളൂ. നിങ്ങൾ നേരെ മറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളെപ്പോഴും ടെൻഷനിലായിരിക്കും. അവന് എൻ്റെ മോനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അവൾക്ക് എൻ്റെ മോളേക്കാൾ കൂടുതൽ നല്ല ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും സമാധാനമോ സന്തോഷമോ കിട്ടില്ല. മറിച്ച് അപ്പുറത്തെ കുട്ടിക്ക്, അയലത്തുള്ളവർക്ക് ഞങ്ങളെക്കാൾ മികച്ച എല്ലാ സൗകര്യങ്ങളും കിട്ടണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവർക്ക് എന്ത് തന്നെ കിട്ടിയാലും നിങ്ങൾക്ക് ഇതിൽ സന്തോഷിക്കാൻ മാത്രമേ പറ്റൂ. നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോഴായിരിക്കും വിഷമം ഉണ്ടാകുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ അവരുടെ നന്മയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം സന്തോഷത്തിനും സമാധാനത്തിനും അതേപോലെ തന്നെ ആരോഗ്യത്തിനും വേണ്ടി ജീവിക്കുന്ന ഇത് 3മാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. പണമോ പദവിയോ പ്രശസ്തിയോ അല്ല. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ടും ഗുണമുള്ളൂ. കോടിക്കണക്കിന് പണമുണ്ടായിട്ടും ആരോഗ്യമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, എന്ത് ഗുണമാണ്? നേരെ മറിച്ച് 3 നേരം കഷ്ടിച്ച് ആഹാരം കഴിക്കാനുണ്ട്, പക്ഷേ നല്ല ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ആരുടെ ജീവിതമാണ് സക്സസ്ഫുൾ? അതുകൊണ്ട് നിങ്ങൾ ഒരു വിജയിയായിട്ടുള്ള വ്യക്തിയായിട്ട് ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് ഈ നിമിഷം ചേഞ്ച് ചെയ്യുക. വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ എന്ത് പ്രയോറിറ്റി ലൈഫിന് കൊടുക്കുന്നോ ആ പ്രയോറിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. എന്താണോ നമ്മുടെ ടാർഗറ്റ്, എന്തിനാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്, അത് മാത്രമേ നമ്മുടെ മനസ്സിൽ കാണൂ. നമ്മുടെ എല്ലാ പ്രവൃത്തികളും അതനുസരിച്ച് തന്നെ ആയി മാറിക്കോളും. ബോധപൂർവമല്ലാതെ തന്നെ അതങ്ങനെ ആയി മാറിക്കോളും. താങ്ക് യു.